ഈ രാത്രി എനിക്ക് തന്ന ഒരു വചനം ഒന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു വചനം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അവിടെ ഈ സോമിൽ ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം കർത്താവെ. പ്രത്യാശനും കുടുംബത്തിനുമായി സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ തന്നിൽ കൂടെ പൂർത്തീകരിച്ച് അനുഗ്രഹത്തോടെ മുന്നേറാൻ കർത്താവിടെയാണ്. അതിനുള്ള എല്ലാ വഴികളും മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി സഹായിക്കും. ഈ രാത്രി ചോദിച്ചിരിക്കുന്ന എല്ലാ നിന്റെ ദാസിദാസന്മാരെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വചനം വായിച്ചു കേട്ടല്ലോ. പരിശുദ്ധ പിതാവേ, ആത്മാവ് എന്താണത് ഉദ്ദേശിക്കുന്നത് നിന്റെ ജനത്തിന്റെ മേൽ അത് പ്രവൃത്തിയായി വിടുതലായി അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാനുള്ള കൃപയും ജ്ഞാനവും കർത്താവ് തരണമേ. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം നന്നായി ചെയ്യണമേ. അതിനായി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് വലിയത് ചെയ്യും. ഓരുകളെ ശാസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ധാരാളം പ്രസംഗം കേട്ടിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ് ഇന്ന് രാത്രി ദൈവമക്കളോട് ശുശ്രൂഷിക്കാൻ എനിക്ക് ദൈവം നിയോഗം തന്നു. അവിടെ നമുക്കൊന്നുകൂടെ ആ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവൃത്തികളാണ്. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് 28-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ വരെ ആ ചരിത്രം. ഇതിന്റെ ആരംഭം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി നിയോഗം കൊടുത്തു. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിലെല്ലായിടത്തും എന്റെ സാക്ഷികളാകും എന്ന നിയോഗം കൊടുത്ത് ആ നിയോഗമനുസരിച്ച് 120 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചവരുടെ നടുവിലേക്ക് പരിശുദ്ധ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്ന് നിറച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി അവരെ ഉപയോഗിച്ചു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി എന്നുള്ളതിനേക്കാൾ അപ്പോസ്തലന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവൃത്തികളായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് അതിൽ പ്രാധാന്യം പത്രോസും പൗലോസുമാണ്. അതിലേക്ക് ഞാൻ പോകുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ ദൈവം എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും. തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും എന്നോട് സംസാരിച്ച ചില ഭാഗങ്ങൾ ഒന്ന് തൊട്ടിട്ട് വേഗത്തിൽ ഈ വേദഭാഗത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെയായി. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു. 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്.
അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ഞാൻ തന്നെ പറഞ്ഞു നോക്കണമേ. അപ്പൊ നമ്മുടെ വിഷയം പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യം ഇവിടെ പറയുകയാണ്, അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. അപ്പൊ നിങ്ങൾക്കൊരു പ്രയാസം തോന്നുകയാണ്, പെട്ടെന്ന് ചില ആപത്തുകൾ വരികയാണ്, അത് എന്തുകൊണ്ടാണ്? അതിനകത്ത് മുകളിൽ തന്നെ നമുക്ക് വായിക്കാനും, അവന്റെ ഹൃദയത്തിൽ വക്ര ഹൃദയം, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിക്കും. അപ്പൊ നോക്കിയേ, വക്രതയുള്ള ഹൃദയവും ദോഷം നിരൂപിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ ചിലപ്പോ സക്സസ് ആകും, വിജയമാകും, നല്ലതാണെന്ന് തോന്നും. പക്ഷേ പെട്ടെന്ന് ആപത്ത് സംഭവിക്കും. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രത്യേകത? നമ്മുടെ ഹൃദയം നിർമ്മല ഹൃദയമായിരിക്കും. എപ്പോഴും നമ്മൾ ഒരുക്കമുള്ള ഹൃദയം ഉള്ളവരായിരിക്കും, ഒരുക്കമുള്ള ജീവിതത്തിനുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ വക്രത ഹൃദയം നമുക്ക് പറ്റത്തില്ല, ദോഷം നിരൂപിക്കുന്ന അനുഭവങ്ങൾ പറ്റത്തില്ല. അങ്ങനെ ചിലപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോയേക്കാം, പക്ഷേ പെട്ടെന്ന് അവന്റെ ആപത്ത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വക്രഹൃദയം മാറ്റി നിർമ്മല ഹൃദയമുള്ളവരായി ദൈവഹൃതപ്രകാരം ജീവിപ്പാനായിട്ട് നമ്മെ വിളിച്ചു എന്ന് നമുക്ക് വലിയൊരു ഉറപ്പുണ്ടായിരിക്കും. എനിക്ക് ഈ ഭാഗം ഒന്ന് എടുത്തു പറയാൻ തന്നത്, നിങ്ങളെല്ലാവരും വക്രഹൃദയമുള്ളവരും ദോഷം നിരൂപിക്കുന്നവരും എന്നുള്ളതിന് കൊണ്ടല്ല, പക്ഷേ അത് നമുക്ക് പാടില്ല എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് ഇടപെടും. ഇനി 24-ാം അധ്യായം, അതിന്റെ 24-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 24-ാം അധ്യായം, അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. ആമേൻ. എന്താ അവരുടെ ആപത്തെന്ന് പറഞ്ഞാൽ? ആമേൻ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടണം. മാത്രമല്ല, മത്സര സ്വഭാവം നമുക്ക് പാടില്ല. മത്സര സ്വഭാവം രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ആയാൽ അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. നോക്കണമേ, ദൈവത്തെയും നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളിൽ നമ്മൾ കീഴ്പ്പെട്ടനുസരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കേണ്ട അനുഭവങ്ങളിൽ ഭയമില്ലാതെ മുൻപോട്ട് ജീവിക്കാനായിട്ട് പാടില്ല. ചിലർക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ഭയമില്ല, മറ്റാരെയും ഭയം. സ്തോത്രം. എന്നാൽ ഭയപ്പെടണം നമ്മൾ. ആരെ? ദൈവത്തെ ഭയമുള്ളവരായി. നമുക്ക് വെച്ചിരിക്കുന്ന നിയമങ്ങൾ, ഇപ്പൊ നമ്മുടെ ഏത് രാജ്യത്തായാലും അവിടുത്തെ നിയമമുണ്ട്, അവിടെ ഒരു ഭരണാധികാരി, അതിനെ അവഗണിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെയും നിയമങ്ങളെയും ഒക്കെ ഭയപ്പെടണം, അത് പാലിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മത്സരം നമുക്ക് പറ്റത്തില്ല. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്ന് ദൈവത്തിന്റെ പറഞ്ഞു. അപ്പൊ നോക്കണമേ, അങ്ങനെ പോയാൽ നമ്മുടെ ആപത്ത് പെട്ടെന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ, 29-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കിപ്പോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നോക്കണമേ, ശാഠ്യം. ഇതൊക്കെ പ്രത്യേകമായ ദൈവാത്മാവ് എനിക്ക് തരുന്ന ഒരു ആലോചനയായതുകൊണ്ടാണ്. ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒന്നിച്ചായിരിക്കുന്ന അവസ്ഥ എനിക്കും പ്രസംഗിക്കുന്ന എനിക്കൂടെ ഈ വചനത്തിന്റെ ആലോചന. നമുക്ക് ചില പിടിവാശി, ശാഠ്യം, അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ. പിന്നെ നമ്മളെ ശാസിക്കുന്നത് എന്തിനാ? നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനാ? നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നന്നായി വരണം, അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ശാഠ്യ സ്വഭാവം ഉള്ളവരായി തീരാതെ നമ്മുടെ അനുഗ്രഹത്തിനായി തരുന്ന ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം. അതിനായിട്ട് ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരെ ദൈവം ഉപയോഗിക്കട്ടെ.
ഒരു വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യൻ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം? ദൈവമക്കളോടാണ് 7-8 വാക്യങ്ങൾ. നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തെ നിർത്തുകയാണ്. ഇനിയും വായിച്ചതാണ്. ഇത് നോക്കണമേ, പെട്ടെന്ന് വരുന്നു. ആമേൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് ആമേൻ ഉണ്മയായവനെ സേവിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ പോക്കി ആമേൻ നമ്മുടെ അകത്തു വസിച്ച് നമ്മോട് കൂടെ ഇരുന്ന് കൂടെ നടന്ന് കൂടെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ അക്കമിട്ട് പറയപ്പെട്ട ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മളെ ഇന്നും നയിക്കുന്നെങ്കിൽ അതിനോട് ഇന്ന് രാത്രി വിട പറഞ്ഞിട്ട് ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ മകനായി, ദൈവം ഉപയോഗിക്കുന്ന പാത്രമായി നമ്മൾ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ആ ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി പ്രാർത്ഥനയുടെ പ്രവൃത്തികളാണ്. പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന അനുഭവം. ശൗൽ നമുക്കറിയാം ദൈവസഭയെ, ദൈവമക്കളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ജ്ഞാനത്തിലും സമ്പത്തിലും മറ്റുള്ള എല്ലാ നിലകളിലും ഉന്നത അവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ദൈവം സന്ദർശിച്ചപ്പോൾ തനിക്ക് രൂപാന്തരം ഉണ്ടായി. സ്തോത്രം. നമുക്കറിയാം പത്രോസ് ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷേ പെട്ടെന്ന് ആ സ്ഥാനത്തു നിന്ന് മാറുന്ന ചഞ്ചല ഹൃദയമുള്ളവനായിരുന്നു. പക്ഷേ യേശു അവനെ തേടിച്ചെന്ന് പിന്നെയും വിളിച്ച് നീ എന്റെ ആടുകളെ പാലിക്ക എന്ന് പറഞ്ഞ നിയോഗം കൊടുത്തപ്പോൾ കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച പത്രോസ് ധൈര്യസമേതം പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം മരണവാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളെന്ന് പറഞ്ഞ് കർത്താവിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാവുന്ന ഭാഗങ്ങളാ ഞാൻ വിശദീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഹെരോദാവ് തന്നെ പിടിച്ച് കൽത്തുറങ്കിൽ അഥവാ കാരാഗ്രഹ അഥവാ ജയിലിൽ അടച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അടുത്ത ദിവസം പെസഹ കഴിയുമ്പോൾ അവനെ കൊന്നുകളയുവാൻ നിയമം കൊണ്ട് എഴുതി വെച്ച അവസ്ഥകൾ മാത്രമല്ല, 4 സേവകരെ കാവലാക്കിയിട്ട് യാതൊരു വെളിച്ചവും വരാതെ വണ്ണം അടച്ച് ഉറപ്പാക്കിയപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായി ഇറങ്ങിയ ദൂതന്റെ സാന്നിധ്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ ഇറക്കാൻ, ദൈവത്തിന്റെ പ്രവൃത്തി പെട്ടെന്ന് വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരവേ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടിയാ പ്രാർത്ഥനയുടെ മറുപടി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങുക. എങ്ങനെ? പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പെട്ടെന്ന് ചില വിടുതലുകൾ ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവം തരാൻ പോവുകയാണ്. പെട്ടെന്ന് ചില പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ ദൂരെയായിരിക്കും. നമുക്കറിയാം UK സഹോദരങ്ങൾ ഈ സൂം
പ്ലാറ്റ്ഫോം തയ്യാർ ചെയ്തിരിക്കുന്നത്. അവിടെ ആയിരിക്കാം പ്രാർത്ഥന. അല്ല, ഞങ്ങൾ ഈ ദേശത്തെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ആയിരിക്കാം. പക്ഷേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പെട്ടെന്ന് ദൈവം ഇടപെടുന്നത് അത് നമുക്ക് വിടുതലായി തീരാൻ ഇടവരുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് നമ്മോട് പറയുക. അങ്ങനെയെങ്കിൽ പെട്ടെന്നുള്ള വിടുതലുകൾ പ്രാപിപ്പാൻ നമ്മൾ ഒരുക്കമാണോ, സജ്ജമാണോ? ദൈവാത്മാവ് പറയുന്നത് ചെയ്യാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ അവിടുത്തെ വലിയ പ്രവൃത്തികൾ നമുക്കായി അവൻ ചെയ്യുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് മടങ്ങി വരാം. ആമേൻ. പെട്ടെന്നൊരു ദൂതൻ അവിടെ പ്രത്യക്ഷമായി. പെട്ടെന്ന് ആമേൻ. അറയിൽ ആമേൻ ഒരു വെളിച്ചം മിന്നി. നോക്കണമേ. അപ്പൊ അറയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുട്ടറയായിരിക്കാം, വെളിച്ചമില്ല. സ്തോത്രം. പലരും വടക്കേന്ത്യയിലൊക്കെ ദേവദാസന്മാരെ കാരണമില്ലാതെ പിടിച്ച്, കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിച്ചു പിടിച്ച് ജയിലറകളിലൊക്കെ സൂക്ഷിക്കുന്ന മാസങ്ങൾ, ദിവസങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു സൂം പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് ഏതാണ്ട് 1000 ചില്ലുവാനം ദിവസമായി 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. 24 മണിക്കൂർ, ഒരു റെസ്റ്റുമില്ല, ഒരു മാറ്റമില്ല. ഒരാൾ തന്നെയല്ല, അനേകർ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂം പ്ലാറ്റ്ഫോം ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. അതിനകത്ത് ഞായറാഴ്ച തോറും വടക്കേന്ത്യയിൽ കഷ്ടം അനുഭവിക്കുന്ന സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ട ആ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, അവർക്ക് പായ കൊടുക്കത്തില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. അവരെ ഏതെങ്കിലും ഇരുട്ടുള്ള മുറിയിൽ അവരെ ആക്കും. അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ല. പല ദൈവദാസന്മാരും പ്രായമുള്ളവര്, രോഗമുള്ളവര്, പ്രശ്നമുള്ളവര്, അങ്ങനെ ഉള്ളവര് അവിടെ കിടന്നിട്ട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ അവർ കഷ്ടം അനുഭവിച്ചെങ്കിലും അനേകർ യേശുവിനെ കാണാൻ ആ കാരാഗ്രഹത്തിന്റെ അഥവാ ജയിലറയ്ക്കുള്ളിലും ദൈവം ഒരുക്കിയെന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷവും. അവരൊത്തിരി സമയം ബുദ്ധിമുട്ടി, അവരൊത്തിരി ക്ലേശം അനുഭവിച്ചു. എന്നാൽ ഇവിടുത്തെ അനുഭവം വ്യത്യസ്തമാണ്. കൊല്ലാൻ രേഖ എഴുതി പ്ലാൻ ചെയ്ത് ഹേരോദാവും അവന്റെ അണിയാളികളും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പത്രോസ് ഈ ഇരുട്ടറയിൽ 4 സേവകരുള്ളവരുടെ നടുവിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സാഹചര്യമെല്ലാം അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരും. ദൈവദാസന്മാരെ സാക്ഷ്യം കേട്ടപ്പോൾ പല രാത്രി അവർ ഉറങ്ങിയിട്ടില്ല. അവൻ ഉറങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? പ്രാർത്ഥനയായിരിക്കും. നോക്കണമേ, ഈ പത്രോസ് ഇവിടെ ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ അതിന്റെ പിൻപിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നോക്കണമേ, താൻ അവിടെ സുഖമായി ഉറങ്ങുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ള പത്രോസിന് പേടിയൊന്നുമില്ല. സ്തോത്രം. നാളെ കൊല്ലുമോ അല്ലെങ്കിൽ നാളെ ചാകുമോ എന്നുള്ള പേടിയൊന്നുമില്ല. നമുക്കറിയാം, നമുക്ക് ചില ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഭയം, എന്തോ സംഭവിക്കും കർത്താവേ എന്ന. പക്ഷെ പറയട്ടെ, ഒരു ദൈവ പൈതന്റെ ഭയങ്കര ഉറപ്പുണ്ട്. കാരണം അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നടപ്പാക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ പല ആവർത്തി പല സന്ദർഭങ്ങളിലും മാറിപ്പോകാനും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനും ശ്രമിച്ചെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അത് ഏൽപ്പിച്ച് അത് ചെയ്യിച്ചേ അടങ്ങത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വേഗത്തിൽ ചില പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോവുക. പ്രാർത്ഥനയുടെ മറുപടി ദൈവം നൽകാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ക്രൈസ്തൽ അറയിൽ ഒരു വെളിച്ചം മിന്നി. മാത്രമല്ല
അവൻ പ്രകാശിച്ചിട്ട് അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. സ്തോത്രം. അവൻ നമുക്കറിയാം, അവൻ നമ്മൾ രാത്രി കിടന്നുറങ്ങണ ആരെയും ഒന്ന് തട്ടിയാൽ നമ്മൾ തിരിഞ്ഞു കിടന്നു. സ്തോത്രം. അവൻ അത്രയും ആരോ എന്നെ ഒന്ന് വിളിച്ചെന്നോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവൻ ഉണർച്ച ഉണ്ടായാൽ നമ്മൾ തിരിഞ്ഞു കിടന്നു നോക്കണമേ. എന്നാൽ ആ തട്ടുക മാത്രമല്ല, ഒരു ശബ്ദം പറയുകയാണ്, വേഗം എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമ്മോട് ദൈവം പറയുക, നമ്മൾ പ്രാർത്ഥന സംബന്ധമായി വേഗം എഴുന്നേൽക്കണം. സുവിശേഷം പറയാൻ വേഗം എഴുന്നേൽക്കണം. നമുക്കൊരു ആത്മഭാരമുണ്ടാകണം. അതിന് വേഗം ചെയ്യാനായിട്ട് തയ്യാറാകണം. അങ്ങനെയെങ്കിൽ വേഗം ചെയ്യണ്ട. പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവകാര്യങ്ങൾക്ക് ഒരു മൗനം സംഭവിച്ചെങ്കിൽ, അഥവാ ഒരു ഉറക്കം സംഭവിച്ചെങ്കിൽ, ഇന്ന് രാത്രി വേഗം ഈ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയില്ലാത്തവരില്ലല്ലോ. ഞാനിങ്ങനെ പറയാറുണ്ട്, UK ഇപ്പൊ മുസ്ലിങ്ങൾ കൂടുതൽ പേര് വന്നു കയറി അവരുടെ പള്ളിയും ഒക്കെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിനൊരു മാറ്റം വരാനായിട്ടും ലണ്ടനിൽ ഒരു ഉണർവ് നൽകാനായിട്ടും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അത് പറയാനായിട്ടല്ല, സാഹചര്യം വന്നതുകൊണ്ട് പറയുക. കാരണം ഒരു ക്രിസ്തീയ രാജ്യമായി മൂല്യമുള്ള ഉണർവ് നടന്ന ഒരു രാജ്യമായിരുന്നു പണ്ട് UK. സ്തോത്രം. അതിന് അനേകരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഓർക്ക് ചരിത്രത്തിൽ ഏടുകളിൽ അടങ്ങിപ്പോയി. എന്നാൽ ഒരു ഉണർവ് അയക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന, എഴുന്നേറ്റുള്ള പ്രാർത്ഥന, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാൻ തയ്യാറായാൽ വിടുതലയക്കും. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, അവിടെ അവർക്ക് മുസ്ലിങ്ങൾക്ക് 5 നേരമാണ് നിസ്കാരം. ഇവിടെ നാട്ടിലും 5 നേരം നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. സ്തോത്രം. നമുക്കാണെങ്കിൽ 2 പ്രാർത്ഥന കൊണ്ടും നമ്മൾ അതിനെ അങ്ങ് ചുരുക്കി വെച്ചിരിക്കുക, രാവിലെയും വൈകിട്ടും. സ്തോത്രം. നമുക്കറിയാം, ദാവീദ് പ്രാർത്ഥിച്ചത് രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടുമാണ്. ദാനിയേല് പ്രാർത്ഥിച്ചത് 3 നേരമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. ആ വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതരമന അതുരപ്രൗഢമന ശബ്ദനാദിയാര. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുമെന്നും, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്നും, പ്രാർത്ഥിച്ചാൽ ഉണർവോടെ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ ഉണ്ടെന്നും ഉറപ്പുള്ളവർ ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവർക്കും വിടുതൽ ലഭിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് അത് വിവേചിച്ച് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആ മറുപടി കിട്ടിയിട്ട് ക്ഷീണിച്ചു പോകാതെ, ഉറങ്ങിപ്പോകാതെ, മയങ്ങിപ്പോകാതെ വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. എവിടെ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നത്? ആത്മമണ്ഡലത്തിലാണോ? ശരീരമണ്ഡലത്തിലാണോ? ഭൗതിക മണ്ഡലത്തിലാണോ? ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നെങ്കിൽ, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ, നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം, എല്ലാ ഇടങ്ങളിലും പ്രകാശം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. നമുക്കും കഴിയണം. എഴുന്നേറ്റ് പ്രകാശിക്കാം എന്നാണ് തിരുവചനം പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നത് നോക്കണമേ. വേഗം എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് തന്നെ ഉണർത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഉണരേണ്ട സാഹചര്യങ്ങൾ, എഴുന്നേൽക്കേണ്ട വിഷയങ്ങൾ, നമ്മൾ എഴുന്നേൽക്കാൻ തയ്യാറാകണം. സ്തോത്രം. നമുക്കറിയാം, ചിലര് ഉറക്കപ്രിയരാ. ഉറങ്ങിക്കിടന്ന എഴുന്നേക്കാൻ പറഞ്ഞാലും ചിലര് എഴുന്നേക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ചിലർ 2-3 പ്രാവശ്യം വന്ന് പ്രേരിപ്പിച്ചാലും എഴുന്നേക്കത്തില്ല. അങ്ങനെയല്ല. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണ്, ഒരു ഉണർവ് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവിന് ചെയ്യാനായിട്ട് കഴിയും എന്നത് തർക്കമറ്റ സംഗതിയാണ്. സ്തോത്രം. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. നോക്കണമേ, ശക്തമായ ഉറക്കം. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു.
അവനെ ഉണർത്തി. അതിനകത്ത് ഒരു 3-4 പോയിന്റുകളുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആമേ സമയം കിട്ടിയാൽ പിന്നീട് അതിനെക്കുറിച്ച് പറയാനായിട്ട് ആമേ താല്പര്യപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ നോക്കണമേ, വേഗം എഴുന്നേൽക്കണം. അപ്പൊ വേഗം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ ഇടയിൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. സ്തോത്രം. 2018 പോലെ ഉണ്ടാകുവാണോ എന്നൊരു സംശയം ഉണ്ടായി. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീടുകളിൽ വരെ മുറ്റത്ത് വരെയും വെള്ളം കയറി വന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് കയറി വരുവാനിക്കും. അപ്പം ഞങ്ങള് ഇവിടെ ഞാനും ആമയും വൈഫും കൊള്ളും, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക. സ്തോത്രം. അപ്പൊ വെള്ളം വേഗത്തിൽ വരിക. ആളുകൾ പറയാം വന്നുകൊണ്ടിരിക്കുക, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ ചില തുണികളും താഴെ ഇരിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ എടുത്ത് വേഗത്തിൽ ഞങ്ങളുടെ റൂമിന്റെ ഷെയ്ഡുകളിലൊക്കെ വെക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ കയറ്റി വെച്ച ഷെയ്ഡിൽ ഇരിക്കുന്ന എന്റെ ബുക്കാണ് നിങ്ങൾ എന്റെ പിന്നിൽ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ അത് ഇറക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വളരെ വേഗത്തിൽ ചെയ്തു. കാരണം എന്താ? വെള്ളം കയറി വരിക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകം വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. തലമുറ ദൈവമില്ലാത്തവരായി തീരുന്നു. കേൾക്കാൻ കഴിയാത്ത സംഭവങ്ങൾ എവിടെയും കേൾക്കുന്നു, കാണുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത അധർമ്മ പ്രവൃത്തികൾ, വഞ്ചന, ചതിവ് എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ഇരിക്കാനല്ല, കേട്ടിട്ട് ഇരിക്കാനല്ല, വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ആഗ്രഹത്തോടെ ആര് പ്രാർത്ഥിക്കുമോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ആലോചന പറയുക. എന്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. അവൻ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും നമ്മെ നാഥനാണ്, ജയിച്ചവനാണ്, സകലത്തിന്റെ ഉടമസ്ഥനാണ്, സകലത്തെയും തന്റെ വാക്കിനാൽ വിളിച്ചു വരുത്താൻ കരുത്തുള്ള ദൈവമാണ്. ആഴത്തിലൊരു വിശ്വാസമുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, ദൈവപ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ശക്തനാണ്. ആരെഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം അനുസരിക്കുമോ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമോ, അവരെ നടത്താൻ, അറിയാത്ത നിലകളിൽ നടത്താൻ ദൈവം ശക്തനാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നാളുകളായി ദൈവത്തിന്റെ വിളിയെ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറി ഇരിക്കാനല്ല, അത് ക്ഷണത്തിൽ, അത് വേഗത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ചിലരെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്ന ഒരു കൂട്ടായ്മയായി ഇത് മാറുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ വിടുതൽ, പ്രാർത്ഥനയുടെ വെളിച്ചം, പ്രാർത്ഥനയുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ചില പ്രവൃത്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നുവെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുക. അടകൽ കടക ശബ്ദന പ്രവശമനാദിയാന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. രക്തം ജയം. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ തയ്യാറായ നടത്താൻ ദൈവം ശക്തൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഈ വേദഭാഗങ്ങളിൽ തന്നെ, ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ ഉണ്ട്. പൗലോസ് ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഒരിക്കലും കാലിന് ശക്തിയില്ലാതെ ഇരുന്ന ഒരു മനുഷ്യൻ വചനം ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അപ്പോൾ പൗലോസിന് മനസ്സിലായി, ആ നിൽക്കുന്ന ജനക്കൂട്ടത്തെക്കാൾ ഈ മനുഷ്യന് വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് താൻ ഉറക്കെ പറഞ്ഞു, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കായ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ, അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എഴുതിയിരിക്കുന്ന ഒരിക്കലും നടന്നിട്ടില്ലാതെ, കാലിന് ശക്തിയില്ലാതെ കേട്ടുകൊണ്ടും ഇരുന്ന ഒരു മനുഷ്യനെ ആ സുവിശേഷത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, എഴുന്നേറ്റ് കാലൂന്നി നിവരെ നിൽക്കുവാൻ ശക്തി കൊടുത്തെങ്കിൽ അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നിൽ കൂടെയും നിനക്കു വേണ്ടിയും ചിലത് ചെയ്യാൻ ഇന്ന് രാത്രി ശക്തമായി ദൈവം സംസാരിക്കും. ഞാൻ മടങ്ങി വരട്ടെ. വേഗം എഴുന്നേൽക്കാം എന്ന് പറഞ്ഞവനെ ഉണർത്തി എന്നാണ് വായിക്കുന്നത്.
ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. വ്യത്യസ്തമായ ചിലർക്കൊക്കെ കെട്ടഴിഞ്ഞേലേ എഴുന്നേക്കത്തുള്ളൂ, കെട്ടഴിഞ്ഞേലേ പോകത്തുള്ളൂ. കെട്ടിയിട്ടിരിക്കുകയാണ്. നോക്കിയ ദൈവമക്കളെ, ദൈവശബ്ദത്തിനും ദൈവഹിതത്തിനും അനുസരിച്ച് എഴുന്നേൽക്കാൻ, ഉണർന്നേലേ എഴുന്നേക്കാൻ പറ്റുമോ? വിലാപ്പുറത്ത് തട്ടുക എന്ന് പറഞ്ഞാൽ കിടന്ന് ഉറക്കുമല്ലേ, ഉറങ്ങി നാം എഴുതിയിരിക്കും. സ്തോത്രം. അപ്പം ഈ വേഗത്തിൽ ഉണരണം. ഉണർന്നിട്ട് മാത്രമേ എഴുന്നേക്കാൻ പറ്റൂ, എഴുന്നേറ്റ് ഉണരാൻ പറ്റും. അവൻ നോക്കണമേ, ഉണർന്നു. അവ ഉണർന്ന് എന്തിനൊക്കെ ഉണരുന്നു? ഈ മക്കളെ, നമ്മൾ ഏതു നേരത്തും ഉണർന്നവനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിന്റെ 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ശാരീരികമായ ബലം വേണമെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. അത് ഉറക്കം ആവശ്യമാണ്. പക്ഷേ ആ ഉറക്കമല്ല, ആ ഉണർവല്ല, ആത്മമണ്ഡലത്തിൽ അകത്തളങ്ങളിൽ നീ ഉറങ്ങിയാലും നിന്റെ ആത്മാവ് ഉണർന്നിരിക്കണം. അപ്പൊ നോക്കിക്കേ, സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടത്. സ്തോത്രം. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ പ്ലാറ്റ്ഫോമിലെ പ്രാർത്ഥനകള്, ആരാധന, വചന ശുശ്രൂഷയൊക്കെ നല്ലതാണ്. ഇതിപ്പോ ഒരുപാടിടത്തുണ്ട്. പക്ഷേ എത്ര പേര് നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വചനത്തിൽ നിലനിന്ന് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നിന്നാൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യിക്കും എന്ന് ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ആത്മാവ് ആലോചന പറയും. അടകലഘടകം ശബ്ദം പ്രൗക്ഷമനകതിനാസൈനാരായ അവൻ ജീവിതങ്ങളുടെ അകത്ത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്താ വിടുതലില്ലാത്ത, ഞാൻ ഇത്രയും ചെയ്തിട്ടെന്താ എന്റെ ഫലമില്ലാത്ത എന്ന് ചിന്തിക്കുന്ന ചിലരിതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഇടപെടുകയാണ്. അവൻ നിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ക്ഷണത്തിൽ, വേഗത്തിൽ ചില പ്രവൃത്തികൾ നമ്മൾ കാണും, നമ്മൾ അനുഭവിക്കുമെന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ആലോചന പറയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ നോക്കണമേ, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു. ദൈവശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ തയ്യാറായ അഴിയേണ്ടതെല്ലാം, പിന്നോട്ട് പിടിക്കുന്ന ആ ചങ്ങലകളെല്ലാം, പാരമ്പര്യത്തിന്റെ ശക്തികളെല്ലാം, ദുർമന്ത്രവാദത്തിന്റെ ശക്തികളെല്ലാം, അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യത്തിൽ കുടുക്കിയിടുന്ന അവൻ ഒത്തിരി പദ്ധതികളുണ്ട്. പക്ഷെ അത് മുഴുവൻ അഴിഞ്ഞു വീഴാനിടയായിത്തീരും. നീ ആത്മമണ്ഡലത്തിൽ, ശരീരമണ്ഡലത്തിൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയായിത്തീരും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ആത്മാവിന്റെ സ്വാതന്ത്ര്യമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ജഡത്തിൽ ഇന്നും നിനക്ക് കഷ്ടവും പ്രയാസവും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാം. പക്ഷേ ആത്മാവിന്റെ ഉണർവ് തന്ന്, ആത്മാവിന്റെ രക്ഷ തന്ന് നിത്യതയ്ക്കു വേണ്ടി വേർതിരിച്ചെങ്കിൽ നമ്മെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാനുള്ളതൊക്കെ ചെയ്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ദൈവം പറഞ്ഞത് അഥവാ ദൂതൻ പറഞ്ഞത് ഈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഴിയേണ്ടത് മുഴുവൻ അഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അഴിയേണ്ടത് മുഴുവൻ അഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസും പൗലോസും ശീലാസും കൂടെ കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോ അവരുടെ മാത്രമല്ല എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണെന്ന് വായിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രി ഒരു മർമ്മം കൂടെ പറയാ. എഴുന്നേൽക്കാൻ തയ്യാറായാൽ തടഞ്ഞു നിർത്തുന്ന എല്ലാ തടസ്സങ്ങളും, പോകാൻ കഴിയാത്ത എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റി നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറ്. നമുക്കറിയാം താൻ വേഗത്തിൽ എഴുന്നേറ്റ് അവൻ അങ്ങനെ ചെയ്തു.
അവൻ അങ്ങനെ ചെയ്തു. കർത്താവിന് ഞാൻ എന്നെ വാക്കുകൾ നിർത്തുകയാണ്. അവൻ അങ്ങനെ ചെയ്തു. മോശ പറഞ്ഞത്, അവൻ മോശയോട് ദൈവം പറഞ്ഞത് അങ്ങനെ ചെയ്തു. അവൻ മറ്റുള്ള എല്ലാ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത ദൈവദാസന്മാര് ദൈവമക്കളോട് ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തപ്പോൾ വലിയ വിടുതൽ കാണാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മമണ്ഡലത്തിൽ ഒരു ഉണർവുമായി എഴുന്നേറ്റ് വേഗത്തിൽ ചെയ്യാനുള്ള പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. നമ്മെ വിളിച്ചത് ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി അല്ല, നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചു കിടന്ന അവസ്ഥയിൽ നിന്ന് യേശു തന്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു വീണ്ടെടുത്തു. രക്തം ഊറ്റിത്തന്ന് നമ്മൾ പാപങ്ങളെ കഴുകി നമ്മെ അവന്റെ മക്കളാക്കി, സ്വന്തമാക്കി, ഒരിക്കലും മാറാതെ അവൻ നമ്മെ ചേർത്തണച്ചു നിർത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കായി ജീവിക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. അവൻ ദ്രവത്വം കണ്ടില്ല. മരണവാസം അവനെ പിടിച്ചു വെക്കുന്നത്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ ഇന്നും അവൻ ജീവിക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞാ പോയത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തന്റെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു വിലപ്പെട്ട വാഗ്ദത്തം. അങ്ങനെയെങ്കിൽ നിത്യജീവന്റെ ഉടമയായവർ, വചനമനുസരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നിൽ കൂടെ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ, എന്നിൽ കൂടെ ഇന്ന് ഈ ഡിവൈസ് ഈ സൂമിലായിരിക്കുന്ന ഓരോ ഡിവൈസിലുള്ള ദൈവമക്കളോട് പറയുക, ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കൊണ്ട് കർത്താവിന് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും ദൈവം ചെയ്യിക്കാൻ അവൻ സജ്ജമായിരിക്കുന്നു. എഴുന്നേക്കാൻ, ഉണരാൻ, ആമേൻ, മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതമായ പ്രവൃത്തികളും വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി തീരും. മാത്രമല്ല, നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം, ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ആമേൻ. നോക്കണമേ, ഇരുണ്ട് കിടന്ന സ്ഥലത്ത് വെളിച്ചം പ്രകാശിച്ചു. ആമേൻ. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വേഗത്തിൽ എഴുന്നേറ്റു. ആമേൻ. ഉണർവില്ലാതിരുന്ന സ്ഥാനത്ത് ഉണർത്തി തന്നെ ഉപയോഗിച്ചു. അഥവാ തന്നെ തന്നെ കൊണ്ട് കർത്താവിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ അതിന്റെ പിൻപിൽ വ്യാപരിച്ചത് സഭയുടെ ശുദ്ധീകരിയ പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മയെ ദൈവം വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ ചെയ്യിക്കട്ടെ. അനേക കെട്ടുകളെ അഴിച്ച് അനേകർക്ക് വെളിച്ചം കൊടുത്ത് യേശു ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ ഈ കൂട്ടായ്മയെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക. ആമേൻ. ഈ രാത്രി വചനം കേട്ട ദൈവത്തിന്റെ പൈതലെ, പെട്ടെന്ന് വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോവുക, അനുഭവിക്കാൻ പോവുക. അത് അനുഭവിക്കുമെന്ന് ഞാനത് പ്രാപിക്കുമെന്ന് വിശ്വാസമുള്ളവർ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വലിയ കർത്താവ് ചെയ്യുന്ന രാത്രിയാണ്. ഈ വിഷയത്തിന് മേൽ ഈ വചനത്തിന് മേൽ ഏറ്റെടുത്ത് ദൈവ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ ചെയ്യേണ്ട കാര്യം, വേഗത്തിൽ എഴുന്നേൽക്കേണ്ട കാര്യം, വേഗത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട വിഷയം നമ്മുടെ ജീവിതത്തിൽ ദൈവം അക്കമിട്ട് പറയുമ്പോൾ അത് ചെയ്തെടുക്കുവാനുള്ള ഒരുക്കം ഇന്ന് രാത്രി ഈ വചനങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, നീ നാളുകളായി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ചില വിഷയത്തിന് വേഗത്തിൽ ചില മറുപടികൾ ലഭിക്കാൻ പോവുക. വില വിടുതലുകൾ ദൈവം നൽകാൻ പോകുക. ചിലത് കാണാൻ പോകുക. ചിലത് അനുഭവിക്കാൻ പോവുക. ചില കെട്ടുകൾ അഴിയപ്പെട്ട് സ്വാതന്ത്ര്യമുള്ളവരായി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തമായി സംസാരിക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനമായി നിൽക്കുവാനുള്ള കൃപയും ബലവും തന്നതുകൊണ്ട് സ്തോത്രം. അടിയന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന്റെ ക്രിയ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന
എല്ലാം നിന്റെ മക്കളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായി പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രത്യാശനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം. വേഗത്തിൽ തിടുക്കത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് അതിന്റെ മറുപടിയുമായി ദൈവത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ, വലിയ വിടുതലുമായി ദൈവത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ നിന്റെ ദാസനെയും കുടുംബത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ജോയിച്ചത് എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. വേഗത്തിൽ ദൈവിക വിടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പ്രത്യാശയോടെ മുന്നേറുവാൻ കർത്താവിടെയാണ്. എല്ലാ നിലയിലും വലിയ അനുഗ്രഹങ്ങളെ പകർന്ന് ഉണർവോടെ നയിക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനകളുടേതായ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട പ്രത്യാശനോടും കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടും നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാർ.